കല്യാണത്തിന്റെ ബാക്കി പാർട്ട് എവിടെയും ചോദിക്കുന്നുണ്ട്. അന്ന് നമ്മൾ മാത്രം ഡ്രസ് എടുത്തില്ല, ബാക്കി എല്ലാവർക്കും എടുത്തു കൊടുത്ത്. ഇന്ന് നമ്മൾ എല്ലാവരും നമ്മള് എടുക്കാത്തവർ എത്ര നേരം പിടിക്കുമോ? ഇപ്പോഴേ ബോറടിച്ചായി. അശ്വിനക്ക് വാനിക്കാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്. അധികം സമയമൊന്നും എടുക്കത്തില്ല. അവർക്ക് ഡ്രസ് എടുക്കണ്ടേ? ഏ ഡ്രസ് വേണം? ജുബ്ബ മതിയോ? ജുബ്ബ ഇങ്ങനെയൊന്നും കാണിക്കരുത്. അപ്പൊ ഗൈസ് ഇന്ന് എടുക്കാൻ പോകുന്നത് ഞങ്ങള് പിള്ളേർക്ക് എല്ലാവർക്കും ഇന്ന് എടുക്കണം. എൻഗേജ്മെന്റിന് എടുക്കണം, കല്യാണത്തിന് എടുക്കണം. ഇവർക്ക് ഞങ്ങൾക്ക് എൻഗേജ്മെന്റ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു. നമ്മൾ ഓൾറെഡി ലേറ്റ് ആയി. കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളെ പിക്ക് ചെയ്യാറുണ്ട്. ബസ്സും അവിടെ നിൽക്കണ്. ബസ് സ്റ്റാൻഡ് എടുത്തിരിക്കണം. കുറച്ച് ലേറ്റ് ആയിട്ട് വരാത്ത എന്ത് ഉറങ്ങിപ്പോയി. ഫോൺ സൈലന്റ് ആയിരുന്നു. ഫോൺ സൈലന്റ് ആയ എങ്ങനെ ഇടയിൽ വെച്ച് ഫോൺ കട്ടാവും? അല്ല, ഞാൻ കിടന്നപ്പോ സൈലന്റ്. ഞങ്ങളുടെ ഡ്രസ് എടുക്കാൻ ടൈം പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ പറഞ്ഞു ഇവരെ ഡ്രസ് എടുക്കാന്ന്. ഒരു 100 IQ മൂവാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് ഞങ്ങൾ വീട്ടിൽ പോട്ടെ. നിങ്ങൾ ബസ്സിൽ വരും. നമുക്കൊരു 1 മണിക്കൂറിൽ തീരും. ബാക്കിയുള്ള ഇന്നത്തെ എല്ലാ സമയം ഇവർക്ക് കണ്ടിരിക്കേണ്ടി 1 മണിക്കൂറിനുള്ളിൽ തീർന്നില്ലെങ്കിൽ നീ എനിക്ക് വീട്ടിൽ പോകും. എന്തെങ്കിലും ഞാൻ ഇന്ന് ഡ്രൈവർ ഇല്ല. ലൈഫിൽ ഫസ്റ്റ് ടൈം ആണ് കോട്ട് ഇടാൻ പോകുന്നത്. ഗൈസ് കോട്ടുണ്ടോ? ഏത് കോട്ടറാ? ജാക്കറ്റ് ആണ് പറയുന്നത്. അത് ജാക്കറ്റ് വേണം, കോട്ടല്ല. അത് ഏത് കളർ വേണം? ബ്ലാക്കാ? അത് ബ്ലാക്ക് മതി. ഇത് ഒരു തരട്ടോ ബ്ലാക്ക്. വിശന്നപ്പോ ഞങ്ങൾ ആനിയേഷനെ ഞങ്ങൾ സേഫ് ആയിട്ട് പർച്ചേസ് നിർത്തിയിട്ട് ഞങ്ങൾക്ക് സൂട്ട് എടുക്കാനാണ് പോയത്. അവരെ നിർത്തിയിട്ട് ഞങ്ങൾ കാരണം അവരെ പുറത്തൊന്നും ചിലപ്പോൾ സേഫ് അല്ലെങ്കിലും ഞങ്ങൾ സേഫ് ആയിട്ട് അവരെ നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ. കഴിഞ്ഞ വർഷം ചങ്ങനാശ്ശേരി ഇപ്പോഴും അവരെ സേഫ് ആയിട്ട് നിർത്താനാണ് ഞങ്ങൾ വിചാരിച്ചത്. പപ്സ് കഴിക്കുമ്പോഴുന്ന ഒരു രസം ഉണ്ടല്ലോ, അത് ചൂട് പപ്സ്. ആനിയെ 4 പ്രാവശ്യം വിളിച്ചിരിക്കുന്നു. പക്ഷെ എന്ത് തിരിച്ചു വിളിക്കാൻ ബാലൻസ് ഇല്ല. റീചാർജ് ചെയ്ത് തരുമോ? നോ ഇഷ്യൂസ്. എത്ര രൂപ വേണം? നീ ശരിക്കും ചെയ്യുന്നു, പക്ഷെ എനിക്കൂടെ ചെയ്തേടാ. എത്ര വേണം? നിനക്ക് എത്ര വേണം? 2500. വണ്ടി നിനക്ക് 2 ഒരു മാസത്തെ പോരെ? പെട്ടല്ലോ ദേവി. കയ്യിലും പൈസ ഇല്ല, കുറച്ച് കയ്യിലും. ഓക്കെ. ആദ്യമായിട്ടാണ് എനിക്ക് റീചാർജ് ചെയ്തത്. പക്ഷേ ഇതിലൊരു സീക്രട്ട് ഉണ്ട്. എനിക്കൊരു 3.5% കമ്മീഷൻ കൂടെ കിട്ടി. എങ്ങനെയാടാ? ഇത് ഡയറക്ട് പേ ഫോർ എന്നുള്ള ഒരു ആപ്പാണ്. ഈ ആപ്പിനകത്ത് നീ എന്ത് ബിൽ പേയ്മെന്റോ റീചാർജോ നടത്തിയാലും നിനക്ക് 3.5% കമ്മീഷൻ കിട്ടും. എങ്ങനെയാടാ യൂസ് ചെയ്യുന്നത്? ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഇത് സൈനപ്പ് ചെയ്യുക, പിന്നെ നീ എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും അതിനകത്ത് നിന്ന് കമ്മീഷൻ കിട്ടും. ഇത് ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. ഇത് 8 റീജിയണൽ ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. ഇതിൽ എല്ലാ ട്രാൻസാക്ഷനും സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. പിന്നെ ഇവർ 24/7 കസ്റ്റമർ കെയർ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ ട്രാൻസാക്ഷൻ എല്ലാം NPCAയും BBPSന്റെയും വെരിഫൈഡ് ആണ്. അപ്പോൾ ഡയറക്ട് പേ ഫോർ എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ലോഗിൻ ചെയ്യുക, നിങ്ങളുടെ UPI ID ഉപയോഗിച്ച് നിങ്ങളുടെ വാലറ്റിലോട്ട് മണി ആഡ് ചെയ്യുക, പിന്നെ ആ മണി ഉപയോഗിച്ച് എന്തെങ്കിലും റീചാർജോ ബില്ലോ പേയ്മെന്റ് നിങ്ങൾ നടത്തുക. പിന്നെ നിങ്ങളുടെ ട്രാൻസാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് റിപ്പോർട്ട് സെക്ഷൻ വഴി ട്രാക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിന് മൊബൈൽ, DTH, ഫാസ്റ്റാഗ്, വാട്ടർ ബില്ല്, ഇലക്ട്രിസിറ്റി ബില്ല്, കേബിൾ TV ഇതെല്ലാം കവേർഡ് ആണ്. ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പോകും. എന്താന്ന് വെച്ചാൽ അപ്പൊ ഞാനും ഡൗൺലോഡ് ചെയ്യാൻ പൈസ കിട്ടുന്ന പരിപാടിയാണ് എന്നും പറഞ്ഞ് എന്റെ അടുത്ത് എപ്പോഴും റീചാർജ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ നല്ല കാര്യം എന്തെങ്കിലും ചെയ്യും. ഡയറക്ട് പേ ഫോർ വെച്ച് പൈസ ഉണ്ടാക്കാൻ നോക്ക്. ഊട്ടി ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, നീ പൈസ അയച്ചാ ഞാൻ റീചാർജ് ചെയ്തില്ല. പുല്ല് പെട്ടല്ലോ ദൈവം. ഞങ്ങൾ ഇരിക്കല്ലേ നീ ഓടിച്ചാലേ ഞങ്ങൾ കളറൊക്കെ സെറ്റ് ആയോ? വണ്ടി നടക്കണം. എന്റെ വണ്ടി നടക്കണം. അങ്കിളുടെ വണ്ടി, നീ ജസ്റ്റ് ഡ്രൈവർ മാത്രമാണ്. പെട്ടല്ലോ ഡ്രൈവർ ജിത്ത് പോളോ ഡ്രൈവർ ആയിരുന്നു. ഞങ്ങള് കല്യാണത്തിന് കോട്ടാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ കോട്ട് അളവെടുക്കാൻ പോകും. നമ്മളെ ഈ കളർ സെലക്ട് ചെയ്ത് ഇതൊന്നും തീരുമാനം ചെയ്തില്ല, അത് നോക്കുന്നു. തീരുമാനിച്ചു. എനിക്ക് ഇതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. എടാ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇത് ഫോട്ടോ വേണ്ടേ? ഇതെന്തിനിടുന്നു? 2 ഡ്രസ്സാ. പെണ്ണിന് 2 ഡ്രസ് മാറ്റുമെന്ന് ഡൗട്ട്. നീ 2 ഡ്രസ് ഇട്ട് നടക്കാൻ പോകും. ഡാർക്കാ നിനക്കത് ഇഷ്ടപ്പെട്ട്? അഷ്ടക്ക് ഡാർക്ക്. നിനക്ക് അവന്റെ അടുത്ത് ചോദിച്ചിട്ട് നിനക്കത് ഇഷ്ടപ്പെട്ട്? ഡാർക്കാ. എനിക്കും ഡാർക്കാണ് ഇഷ്ടപ്പെട്ടത്. ഡാൻസ് ഇഷ്ടപ്പെട്ട്.
ആർക്കുള്ളതല്ല. അപ്പൊ നീ നിനക്ക് പകുതി പകുതി ഇട്ടാ ഇതുപോലെ ഈ കളർ ഇവിടെ ഈ കളർ ഇവിടെ ഇതാ ഷർട്ട്. അപ്പൊ ഇത് കല്യാണമാണ് ഫിക്സ് ചെയ്തിട്ടല്ല കളർ ഫിക്സ് ചെയ്യല്ലേ എന്താ കളർ ഫിക്സ് ചെയ്യുന്നല്ലേ എല്ലാരും ചോദിച്ച ഫിക്സ് ചെയ്യുന്നത് ഡബിളോ നീ തന്നെ അവരെന്തേലും തച്ചിടാ ഇപ്പൊ ഇവിടെ പേടിച്ച് കിസ് വിളിക്കും. കാരണം ഒരു സ്നഗ്ഗിങ് ഇട്ട് കൊണ്ടുവരുന്ന അവൻ ഇങ്ങനെ ഞാൻ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. 21 ഹിപ്പ് 22 1.5 മണിക്കൂറിന് ശേഷം 2 മണിക്കൂർ അടുപ്പിച്ചായി. 2 മണിക്കൂർ തെറ്റടാ. ജോർജിയൻ സമയം ഇന്ത്യൻ സമയത്ത് 1 മണിക്കൂറായി. പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക. ബൂസ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനത് എന്ത് കഴിക്കാൻ കൊണ്ടുപോകണം എല്ലാവരും വീട്ടിൽ സെയിം സാധനം ഇരിക്കുന്നു ഭാവി എന്റെ അഭിമാനത്തോടെ പറയണം അത് കളഞ്ഞ് എന്തോ വലുതായിട്ട് കണ്ടപ്പോലെ ക്യാമറ അതൊന്നും വർക്കാവത്തില്ല. ഇത് മതിയാ ഇത് രണ്ടിനും പിടിച്ചോണ്ടിരിക്കണ നോക്ക്. ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നന്നായിട്ട് കാണാം. ഇത് വെച്ചപ്പോ മങ്ങി കാണാം. ഇവൻ എപ്പോഴും ഉള്ളയാണ്. വളം വച്ച് കൊടുക്കുന്നത് നമ്മൾ. കണ്ടാവി എല്ലാവർക്കും എടുക്കാൻ ഇരിക്കുന്നത് ചിലത് കൂടുതലാണല്ലോ. ഗേൾഫ്രണ്ട് ഇല്ലാത്തോണ്ടില്ലേ ഇങ്ങനത്തെ കുറെ അസുഖങ്ങളൊക്കെ ഉണ്ട്. നീ ഗേൾഫ്രണ്ട് ഇല്ല. ആരെയും ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ വേണം. അവര് ഇഷ്ടംപോലെ ഗേൾഫ്രണ്ട് ആണോ ഒരു കുഴപ്പമില്ല. എടാ കണ്ണും കണ്ണുമില്ലേ കൂടി DJ ഗുഡ് ബോയ്. കോസ്റ്റ്ലി ഫോണാണ്. സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. ആ അച്ഛനെ ഫോൺ എടുത്ത് വിളിക്കും. നൈസ് വാൾപേപ്പർ ബ്രോ. നൈസ് വാൾപേപ്പർ. ഞാനും മണ്ടർ പോലെ ഫൺ മഞ്ഞ കേക്ക് വേണ്ടേ. ഞാനാണ് ഫുൾ ഫോക്കസ്ഡ്. തീർന്നു ഒരു കട്ട്ലറ്റ് കൂടി പറഞ്ഞത്. നീ അടുത്ത കടിക്ക് വാ. ചെറിയ ബൈറ്റ് വന്ന് കയറിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഇതുവരെ ഉപകാരപരമായിട്ട് ഒന്നും ആശ്ര ചെയ്യുന്നുണ്ട്. തിളങ്ങി ഫയറായിട്ട് നിൽക്കുന്നു. വണ്ടി പാർക്ക് ചെയ്തില്ലേ? ഞാൻ വണ്ടി പാർക്ക് ചെയ്തല്ലോ. ഫോൺ സൈലന്റ് ഇടും. 19-23 ഉടൻ തന്നെ വണ്ടി മാറ്റി ഇടേണ്ടതാണ്. 19-23 അത് ഏത് നമ്പർ? 10 മിനിറ്റ് സമയം ഇഷ്ടം എടുത്ത് കാരണം ചെയ്യാം. ഇഷ്ടം പണ്ട് വിട്ട ടച്ച് അല്ലേ. 10 മിനിറ്റ്. ആദ്യം ഏതെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്യണം. അപ്പം തന്നെ സാധനം എടുക്കാൻ പറ്റും. മനസ്സിലായ? അല്ല എടുക്കാൻ പോണ സാധനമേ ഓരോ പ്രാവശ്യം വന്നിട്ട് ഓരോന്ന് കാണിക്കുന്ന പോലെ ഇരിക്കുന്നു. എന്താ അവക്ക് ഇഷ്ടപ്പെട്ടില്ല? അവക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഡാർക്ക് പിങ്കാണ് എടുക്കാറുള്ളത്. പച്ച പറഞ്ഞ റെഡ് എടുക്കാം. ജീവിതം എടുത്ത് ബ്രോ. ഇവരോട് ഷോപ്പിംഗ് ഒന്നുണ്ടല്ലോ ഇതിലും ഭേദം മരിക്കുന്നത്. 2 മിനിറ്റ് പോലും ആയില്ല കടക്കാത്ത 40 മിനിറ്റ് അതറിയാൻ 40 മിനിറ്റ് ഞങ്ങൾക്ക് 2 മിനിറ്റ് പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറെ നമ്മൾ കയറിയത് 440. നൗ ഇറ്റ് ഈസ് 443. നിന്റെ പെണ്ണ് 440 കയറിയ നീ ഇപ്പൊ 443 ആയത്. 4ന് കയറി 443 ആയെന്ന് ബുദ്ധിയില്ല, ലോജിക്കില്ല ബ്രോ. ഇനി എന്തെങ്കിലും ആവശ്യം ഉണ്ടോ? നിന്റെ ഉറപ്പിട്ടാണ് ആനിച്ചേച്ചിനെ അഷ്ടേച്ചിനെ പോയി കണ്ടുപിടിക്കുമ്പോ വണ്ടി വെച്ചിട്ട് വണ്ടിയിൽ ക്യാമറ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ എടുത്തോ. ഇഷ്ടപ്പെട്ടോ?
മാറ്റി 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 കളർ മാറ്റാം. അത് പാറ്റേൺ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ വേറെ കളർ ഇങ്ങനെ കട്ട് കട്ട് അതിങ്ങനെയല്ല, അത് തയ്ക്കണം നമ്മളതിനനുസരിച്ച്. ഇങ്ങനെ തയ്ക്കണം. ഇവിടെ ഒരു ഫണ്ണ് കിടന്നു. എന്താ അറിയാം, ഒരു ആന്റിയുടെ നിന്നിട്ടാണ് എൻഗേജ്മെന്റ് ആണോ ഒന്ന് മോളെ. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം? ആനി ഒറ്റ അത്രയ്ക്ക് ഭംഗിയായത് അല്ല അതുകൊണ്ടല്ല, മുതിക്കായതുകൊണ്ടാ. ആനയെ കണ്ടപ്പോ അവർക്ക് ഒരു 70 വയസ്സ് തോന്നുന്നു. അച്ചാച്ചിന്റെ അപ്പ 80 വയസ്സ്. ഓയോ കണ്ണാടി മാത്രം ഒരു വലിയ ഫണ്ണ് കിടന്നു. ഞങ്ങളുടെ ജിത്തുത്താനുള്ള സെറ്റ് ആയിട്ടുള്ള പെണ്ണ് വന്നു. ജിത്തുത്താനാണ് പോക്ക. ബ്രോ ബ്രോ യു അഗ്രി ബ്രോ ബ്രോ. ബോറടിക്കുന്ന കാണാനൊക്കെ. ആന്റി ചേച്ചിക്ക് നിറയെ സമയമില്ലേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി? നമ്മൾ എത്ര സമയത്തിലാണ് ഡ്രസ്സ് എടുത്തത്? നമ്മള് എടുത്തിട്ട് എല്ലാം കുറച്ച് വീഡിയോ എടുത്തിട്ട് നമ്മൾ വീട്ടിൽ പോകും. അത് നമ്മൾ പെട്ടെന്ന് എടുക്കല്ലേ. ആന്റി ചേച്ചി ഭയങ്കര സമയം കണ്ട. ചേച്ചിയും അസ്നേച്ചിന്റെ വീട് നിറയും. അത് തന്നെ. നമ്മളെ വീട് നിറയും. രണ്ടാമത്തെ കട, രണ്ടാമത്തെ മണിക്കൂറിലോട്ട് എന്നെ ആയി. ഒന്നായില്ല, നേരെ വീട്ടിൽ പോകേണ്ടി വരുമ്പോ തോന്നുന്നു. എൻ കണ്ണപ്പ അതുക്കുള്ള ഇറക്ക ഉറക്കത്തപ്പ. തല വേദനിക്കുന്നു. വിശപ്പുണ്ട്. സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും. അപ്പൊ ഗൈസ്, നമ്മളിപ്പോ ലുലു സെലിബ്രേറ്റ് എൻഗേജ്മെന്റിന് ഡ്രസ്സ് എടുക്കാൻ വന്നിരിക്കുന്നു. സംഭവമൊക്കെ മറന്നു കേട്ടാ, കിളി പോയി എനിക്ക്. ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കിടന്നുറങ്ങാൻ പോകണം. കളക്ഷൻ പറഞ്ഞവരെ എന്താ ഓർഡർ ചെയ്ത ജ്യൂസിന് പേര് ജിഗർദണ്ട. മാവേനെ കാണുന്നില്ല. മാവ എവിടാ? മാവേനെ കാണുന്നില്ല. മാവ എവിടാ? മാവേ കണ്ട? അവിടെ ഇരിക്കുന്ന പോലെ തോന്നി. എനിക്കത് അനങ്ങുന്നതായിട്ട് അറിയാം. എനിക്കത് What is this? You want this? സ്കൂളിൽ പോണം. ഞങ്ങൾ ഡ്രസ് എടുത്തു. എൻഗേജ്മെന്റ് ഡ്രസ് അല്ലേ? എൻഗേജ്മെന്റിന് ഡ്രസ് എടുത്ത് കല്യാണത്തിന് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ഇതെല്ലാം നമ്മൾ എപ്പോ കാണിച്ചു തരാം? ആ ദിവസം കാണിച്ചു തരാം. സാധനം ഞങ്ങൾക്കൊന്നും വയ്യാത്ത, എങ്ങനെയോ ഒന്ന് ഒപ്പിച്ചെടുത്ത സാധനം. സിമ്പിൾ ആയിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. സിമ്പിൾ സാധനം കിട്ടി. കല്യാണ പരിപാടിയുടെ ഓരോ വ്ളോഗ് വരുന്നതായിരിക്കും. പെണ്ണ് കാണൽ, എൻഗേജ്മെന്റ്, കല്യാണം, കല്യാണത്തിന് മുന്നേയുള്ള സേവ് ദ ഡേറ്റ്, പാർട്ടി, ഫുൾ സൂപ്പർ ആയിരിക്കും. അപ്പൊ ഗൈസ്, ഒരു നീണ്ട ഷോപ്പിംഗ് വിശേഷം ഞങ്ങൾ വീട്ടിൽ എങ്ങനെയോ എത്തി. ഇവർക്കാണ് ഒരുപാട് സമയം. ഇനി ഞങ്ങളെ പറ. അപ്പൊ എല്ലാവരും മറ്റേ ഡയറക്ട് പേ ഫോർ എന്ന ആപ്പിന്റെ കാര്യം മറക്കണ്ട. നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷനും 3.5% കമ്മീഷൻ കിട്ടും. ഓക്കെ, അതിന്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ചെക്ക് ഔട്ട്. ഓക്കെ, അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബെൽ ബട്ടൺ അടിച്ചു തരാം.